ഇതിൽ ഒരു 4.5 സെന്റ് സ്ഥലമേ ഉള്ളൂ. അതിൽ 2200 സ്ക്വയർ ഫീറ്റ്. ഈ റീൽ കണ്ടിട്ട് ഒരുപാട് പേര് കമന്റ് ആയിട്ടും മെസ്സേജ് ആയിട്ടൊക്കെ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് 4.25 സെന്റിൽ ഒരു വീട് വെക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ അതിന്റെ പ്ലാൻ ഉണ്ടോ, ഡീറ്റെയിൽ വീഡിയോ ഉണ്ടോ എന്നൊക്കെ ഉള്ളത്. അതിനൊക്കെ ആൻസർ ആയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കണ്ടോ. ഇതാണ് ആ വീടിന്റെ സൈറ്റ് പ്ലാൻ വരുന്നത്. ഇതാണ് നമ്മുടെ നിലവിലുള്ള റോഡ് വരുന്നത്. ഇതാണ് നമ്മുടെ സൈറ്റ് പ്ലോട്ട് വരുന്നത്. അപ്പോൾ ഈ പ്ലോട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് 3 ഭാഗത്തും വ്യൂ ആണ്. കാരണം 2 ഭാഗത്ത് റോഡ് വരുന്നുണ്ട്, ഒരു ഭാഗത്ത് നേരെ കയറി വരുന്നത്, ഒരു ഭാഗത്ത് സൈഡ് വ്യൂ കണ്ടുകൊണ്ടാണ്. ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 1080 സ്ക്വയർ ഫീറ്റ് ആണ്. ടോട്ടൽ വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് വരുന്നത് 2100 സ്ക്വയർ ഫീറ്റ് ആണ്. ഈ വീട് എങ്ങനെ ഈ പ്ലോട്ടിൽ സെറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ ഭാഗത്തായിട്ട് നിർമ്മലേട്ടൻ്റെ ഏട്ടൻ്റെ വീടാണ്. അപ്പോൾ ഈ ഏട്ടനോട് നമ്മൾ നേരത്തെ കൺസെൻറ്റ് വാങ്ങിച്ചിട്ട് ഈ സ്ഥലത്തിനോട് ചേർന്നാണ് നമ്മൾ പ്ലാൻ്റെ ഒരു ഭാഗം സെറ്റ് ചെയ്തത്. ബാക്കി എല്ലാ ഭാഗങ്ങളും ഫ്രണ്ടിലേക്ക് 3 മീറ്റർ വിടണമെന്നാണ്. ചില ഭാഗത്ത് 3.5 മീറ്റർ വരെ കിട്ടിയ സ്ഥലങ്ങളുണ്ട്. സൈഡിൽ 2 മീറ്റർ വിട്ടിട്ടുണ്ട്, 3.60 കിട്ടുന്നുണ്ട്. 2 മീറ്റർ ആവറേജ് വരുന്ന രീതിയിൽ ആ ഭാഗത്തും വിട്ടിട്ടുണ്ട്. പുറകുവശത്തായിട്ട് 1 മീറ്റർ നമ്മൾ ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ കൺസേൺ എടുത്ത് വീട് എടുക്കുന്ന സമയത്ത് ഈ ഭാഗത്തായിട്ട് നമുക്ക് ഓപ്പണിങ്സും വിൻഡോസും ഒന്നും എടുക്കാൻ പറ്റില്ല. ഡോറോ വിൻഡോസും എടുക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഈ ഭാഗത്തേക്ക് പിന്നെ കുറച്ചുകൂടെ സ്ഥലം കൂടുതൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇത് 4.25 സെന്റ് ആയത്. അപ്പോൾ ഈ സ്ഥലത്തേക്ക് നമുക്ക് പുതിയ വിൻഡോസും ഓപ്പണിങ്സും ഒക്കെ കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു ഔട്ടർ സ്കെച്ച്. ഇത് സിറ്റൗട്ടിൽ വീടിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ലിവിങ്, ഡൈനിങ്, കിച്ചൺ ഒക്കെ ശരിക്കും ഓപ്പൺ ആണ്. അതുകൊണ്ട് തന്നെ ചെറിയൊരു സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ചെറിയൊരു ഏരിയയിൽ ചെയ്തൊരു വീടാണെന്ന് നമുക്ക് തോന്നില്ല. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്, പ്ലാനും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. ഇത് വീഡിയോ കുറച്ച് ലെങ്ത് കൂടിയതുകൊണ്ടാണ് ഞാനിവിടെ നിർത്തുന്നത്.